നമ്മൾ മൊബൈലിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നവരാണ്. നമ്മുടെ സ്വന്തം ആവശ്യത്തിനും സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ടുകൾ എടുക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ സുഹൃത്തുക്കൾക്ക് സ്ക്രീൻഷോട്ടുകൾ അയക്കുമ്പോൾ ഈ രൂപത്തിൽ അയച്ചു കൊടുത്താലോ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ. ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും? നമ്മൾ എടുക്കുന്ന ഓരോ സ്ക്രീൻഷോട്ടും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇതുപോലെ മനോഹരമാക്കിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇനി മുതൽ നിങ്ങൾ എടുക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ഈ രൂപത്തിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ, യൂട്യൂബിലാണെങ്കിലും ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ ഞങ്ങളുടെ സൈറ്റിലാണ് എത്തിച്ചേരാം. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ അലോ ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ 3-4 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ കാണിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ ക്യൂബിൻ്റെ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യണം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ക്യൂബിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് സ്ക്രീൻഷോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഗാലറിയുടെ ഒരു ചിത്രം പോലെ കാണുന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗാലറിയിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുകയാണ്. അപ്പോൾ ഈ മൊബൈലിൻ്റെ അകത്ത് ആ ഒരു ചിത്രം വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് മാറ്റാം. ഇവിടുത്തെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ബാക്ക്ഗ്രൗണ്ട് കളറൊന്നും വേണ്ട, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ, ഇവിടെ മൊബൈലിൽ ചിത്രമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ആ പഞ്ച് ഹോൾ, അതായത് ഫ്രണ്ട് ക്യാമറയുടെ പഞ്ച് ഹോൾ ഏത് രൂപത്തിൽ വേണം അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്താം. ഇനി അതിൻ്റെ താഴെ കുറച്ച് മൊബൈലിൽ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഏത് മോഡൽ മൊബൈലാണ് നിങ്ങൾക്ക് വേണ്ടത്, ഐഫോൺ വേണോ അല്ലെങ്കിൽ ഫോൾഡബിൾ വേണോ, ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ആ ഒരു ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ ഒരു ഫോൾഡിൻ്റെ ആ ഓപ്ഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ടാബിൻ്റെ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാണ്. ടാബിൻ്റെ ഓപ്ഷനിലേക്ക് മാറ്റാം. എനിക്കിഷ്ടപ്പെട്ടത് ഈ ഫോൾഡബിൾ എന്ന ഈ ഒരു ഭാഗമാണ്. ഓക്കെ, ആവശ്യത്തിന് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം. അതിൻ്റെ ബോർഡറിൻ്റെ കളർ ഇവിടെ താഴെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏത് ബോർഡർ കളറാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിതിൽ നിന്നും യെല്ലോ കളർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ബോർഡറിൻ്റെ കളർ യെല്ലോ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീനിൽ ഒന്നും കൂടി ടച്ച് ചെയ്യാം. എന്നിട്ട് മൂന്നാമത്തെ ഈ ഒരു ഐക്കൺ നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ഐക്കൺ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് രൂപത്തിൽ ചെരിഞ്ഞിട്ടാണ് വേണ്ടത്, ഈ രൂപത്തിൽ വേണോ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ വേണോ, അല്ലെങ്കിൽ ഇങ്ങനെ വേണോ, അതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടതെന്നൊക്കെ ഇവിടെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഗാലറിയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അത് നേരെ ഗാലറിയിലേക്ക് സേവ് ആകും. ഓക്കെ, ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്, സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. നേരെ ബാക്ക് വന്നിട്ട് ഗാലറി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലല്ലോ, ഈ രൂപത്തിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്ക്രീൻഷോട്ടും ഈ രൂപത്തിൽ മനോഹരമായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. എന്നിട്ട് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗാലറിയിൽ സേവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.